എങ്ങനെ അൻവർ ഒരു സ്വതന്ത്രനാണ്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിർത്തി ജയിച്ചു. ജയിച്ചത് സ്വതന്ത്രം എന്നല്ല, അയാളുടെ സ്വാധീനം കൊണ്ട് തന്നെയൊന്നുമല്ല. ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണത്. പണ്ടും ഞങ്ങൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷെ പുള്ളി തീർച്ചയായും സ്വതന്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഒരു സ്വതന്ത്രൻ പാലിക്കേണ്ട സാമാന്യ മര്യാദ ഈ ഗവൺമെന്റിനോടും ഗവൺമെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരോടും അദ്ദേഹം സ്വീകരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം, ഇപ്പം ഞാൻ ഈ പാർട്ടിക്കകത്തുകൊണ്ട് ദീർഘനാൾ പ്രവർത്തിക്കുന്ന ആളാണ്. MLA ആണ്, 2ാം ടേണ MLA, ഒരു ടേൺ മന്ത്രിയായിരുന്നു. ഞാൻ പറയുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടക്കുമോ? അതെങ്ങനെ നടക്കുന്നത്? ഞാൻ ഗവൺമെന്റിൽ എത്രയോ ആയിരക്കണക്കിന് കത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. അങ്ങനെ കൊടുക്കുന്ന കത്ത് MLA പറഞ്ഞു, MLA ഒരു കത്ത് കൊടുത്തു, ശുപാർശ ചെയ്തു, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു, അതുകൊണ്ട് അത് മുഴുവൻ നടക്കണം എന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ നടക്കാറില്ല. അത് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പം നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകരാണ് വർഗീസ് അടക്കം. അവരും ഞാനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. കുറെ കാര്യങ്ങൾ അധികം നടക്കും. അതൊരുമാതിരി എന്റെ പറപ്പ് പണിയെന്ന് പറയും എന്റെ പേര്. അതാണ് എന്റെ ശരിയായ പേരുതാ. പിന്നെ അയാളല്ലേ സാധാരണ പാർട്ടിക്കാരുടെ വിവാഹം മുഴുവൻ ഉൾക്കൊള്ളുന്നത്. ജയിച്ചു കഴിഞ്ഞ ഒരുമാതിരി അതെന്താ പേര് പറയുന്നത്? ഞാൻ പറയുമ്പോൾ എന്റെ ഭാഷയിൽ പറയുന്നത് നാളെ ഇല്ലാത്തൊരു വിഭാഗമാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കൊടുത്തേരെ. അത് തന്നെ. അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നോട് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ജോലി ഉപേക്ഷിക്കണോ? അദ്ദേഹത്തിന് ധർമ്മം നിറവേറ്റാതിരിക്കാൻ പറ്റുമോ? അല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരു അൻവർ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞെന്നാൽ ഞങ്ങളങ്ങ് ഒലിച്ചു പോകുമെന്നാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ അടക്കം AR മേനോനടക്കം ഡോക്ടർ AR മേനോനടക്കം എത്രയോ സ്വതന്ത്രന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. അവർ വലിയ സേവനം അനുസരിച്ചിട്ടില്ലേ? TK ഹംസ സ്വതന്ത്രമായിട്ടല്ലേ വന്നത് ആദ്യം കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച്? അവർ ദീർഘമായി ഞങ്ങളുടെ കൂടെ, ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പ്രവർത്തിച്ചില്ലേ? അതുകൊണ്ട് അതിനിടയിൽ ഇപ്പൊ പലരും വരും. വരുന്നതിനിടയിൽ ഒരു അൻവർ എന്ന് പറയുന്ന ഷീഫു അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടൊന്നും ഞങ്ങളങ്ങ് ഒലിക്കുകയില്ല. വലിയ തോതിൽ പാർട്ടിക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളാണ്. പാർട്ടിയുടെ വളരെ കൃത്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ്. അത് മുൻപും ഇങ്ങനെ വാദിച്ചിരുന്ന ആളാണ്. പെട്ടെന്നെല്ലാം തിരിഞ്ഞൊരു അവസ്ഥയിലേക്ക് വന്നു. അതെന്താന്ന് ഇപ്പൊ നിങ്ങൾ പോയി അദ്ദേഹത്തോട് ചോദിക്കില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയാനാ, എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ കോപ്പ് കാര്യം പറയാം, ഇവിടുത്തെ കാര്യം പറയാം. ആരാ? ഏതായാലും ആര് പോയാലും കുഴപ്പമില്ലെന്ന്. ഇടുക്കിയിലെ ഭൂവിഷയത്തില് ഏത് പാർട്ടിയോട് പോയാലും BJPയിലാണ് സഹായിക്കുന്നെങ്കിൽ BJPയെ സഹായിക്കാൻ തയ്യാറാണെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിനോട് പോയി നിങ്ങൾ ചോദിച്ചു. ഈ എന്നോട് ഞാനാണ് ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. തിരുവനന്തപുരം സർക്കിട്ടെല്ലാം കഴിഞ്ഞ് വരുന്ന വഴി രസരാജൻ എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അൻവറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തപ്പോ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. എന്ത് PR ഏജൻസി പറഞ്ഞിട്ടാണ് അത്തരമൊരു ഹിന്ദു പത്രത്തിനാണ് കൊടുത്തതെന്നും അത് പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ച് വരികയും. അതൊക്കെ ഞാൻ പറയുന്നത് തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത്? ഞാൻ പറയുന്ന അതേപടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ താല്പര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ജോലി തന്നിരിക്കുന്ന പത്രക്കാരാണേലും ചാനലുകാരാണേലും അവരുടെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യമൊക്കെ നോക്കിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. പാർട്ടിയിൽ ഏജൻസി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഏജൻസിയില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുണ്ട്, പോളിറ്റ് ബ്യൂറോ ഉണ്ട്, കേന്ദ്ര കമ്മിറ്റിയുണ്ട്,
ജില്ലാ കമ്മിറ്റി, എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി മുതൽ പാർട്ടി ബ്രാഞ്ച് വരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ബ്രാഞ്ച് വരെ ഉണ്ട്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റമായി. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും സിസ്റ്റമായി പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്. അത് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അതിനിടയിലെ അൻവറിനെ പോലെയും ഒക്കെ ചില ആളുകൾ വരും, പോകും. അത് പോവും, അത്രേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ ഈ റിസോർട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതാവ് അൻവറിനെ വിദേശത്ത് വെച്ച് കണ്ടു എന്ന ആക്ഷേപമായിരുന്നു മാങ്കുളത്തെ റിസോർട്ട് ഉദ്ഘാടനം. അത് പങ്കെടുത്ത രണ്ടുപേരാണുള്ളത്. ഒന്ന് ആശാരും പിന്നെ ഒന്ന് പി ജയരാജനായിരുന്നു. പി ജയരാജനോ? ഏത് മാങ്കുളത്ത് ഒരു റിസോർട്ടിന്റെ ഉദ്ഘാടനം? മാങ്കുളത്തോ? ചിലപ്പോ പങ്കെടുത്ത് കാണും. ആഹാ, ഒരു ഹോട്ടൽ റിസോർട്ടെന്ന് പറയുമ്പം പിന്നെ ഇനി അതിപ്പോ പറയുമ്പോഴത്തേനും അത് പിന്നെ ഒരു പ്രശ്നമാകും. വിദേശത്ത് വെച്ച് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ആക്ഷേപം. ഞാനോ? എനിക്കറിയില്ല. പങ്കെടുത്ത രണ്ടുപേരിലൊക്കെ അതൊക്കെ പങ്കെടുത്ത ഞാൻ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യാറുണ്ടല്ലോ, റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ധർമ്മമാണ്, നമ്മളത് ചെയ്യും. ആശുപത്രി ഉദ്ഘാടനം ചെയ്യാറുണ്ട്, റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാറുണ്ട്, ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാറുണ്ട്, കട ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അതൊക്കെ MLA-മാർ ഇതെല്ലാം ചെയ്യും, രാഷ്ട്രീയ പ്രവർത്തകർ. എന്നോർത്തിപ്പം ഒരു കാര്യം അതിന് പങ്കുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു. നമുക്ക് അൻവറിനെ കണ്ടിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല, ചുമ്മാ ഇല്ലാത്ത കണ്ടു. ജില്ലയിലെ ചൊക്കർമുടി ആണക്കാര്യം പറയാൻ കേണക്കാര്യം പറഞ്ഞല്ലോ ഒരാൾ. അൻവറിന്റെ കാര്യം പറയാം. പുതിയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് പറയുന്നത്. അയ്യോ, ഏതാണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പൂട പൊടിഞ്ഞ പോലെയാ. പിന്നെ അൻവർ പാർട്ടി ആയിൽ എന്നാ ഉണ്ടാക്കട്ടെന്ന്. സമ്മേളനം നടത്തുന്നത് വലിയ സമ്മേളനമായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു കാര്യം, എന്നെ ഈ പാർട്ടി ഇപ്പൊ പുറത്താക്കിയെന്ന് നോക്കുക. ഞാൻ നാളെ ഇവിടെ ഒരു സമ്മേളനം നടത്തിയാലേ ഒരുപാട് ആൾ കൂടും. ഞാൻ പറയുന്നത് എന്താന്നൊക്കെ കേൾക്കാൻ. അത് സ്വാഭാവികം, അതൊന്നും വലിയ വിഷയമില്ലെന്ന്. സ്വാഭാവിക ആൾക്കൂട്ടമുള്ളൂ. പിന്നെ അതൊന്നും ഇവിടെ ഞാൻ പറയാം. എത്ര മഹാരഥന്മാർ വന്നിരിക്കുന്നു, സ്വതന്ത്രന്മാർ, മുണ്ടശ്ശേരി മാസ്റ്ററെ പോലുള്ള ആളുകൾ, AR മേനോനെ പോലുള്ള ആളുകൾ, എത്രയോ പേര്, TK ഹംസ സ്വതന്ത്രനായല്ലേ വന്നത്, പിന്നീട് എല്ലാ പാർട്ടി നേതാവായത്. അങ്ങനെ എത്രയോ പേര് വന്നിരിക്കുന്നു. അവരുടേതായ സേവനം അനുസരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊള്ളുകയില്ല അത്ര തന്നെ. ഞങ്ങള് കണക്ക് പറഞ്ഞ് പുറത്താക്കേണ്ടവരെ പുറത്താക്കിയിട്ടുമുണ്ട്. പക്ഷെ അൻവർ മുഖ്യമന്ത്രിയോട് പല നേതാക്കളും പറയേണ്ട സാഹചര്യത്തിലാണ് അൻവർ ഇത് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ആരും മുഖത്ത് നോക്കി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാറില്ല. പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് പറയാനായിട്ട് സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ചുമ്മാ പിന്നെ ചുമ്മാ നിങ്ങൾ വിവരക്കേട് എന്നോട് ചോദിക്കാതെ. മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ ചെന്നാൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണണമെന്നില്ല. മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസൊക്കെ സ്വതന്ത്രമായ ഓഫീസാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വേറെ ഓഫീസാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണേണ്ട കാര്യമുണ്ട്, കണ്ടാൽ മതി. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണണമെന്നേ ഇല്ല. അതിന് അനുമതി ചോദിച്ചാൽ അതിനുള്ള സംവിധാനമുണ്ട്. MLA-മാരാണെങ്കിലും ഉണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് ഇതും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അൻവർ മാത്രമല്ല, KT ജലീലും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത്. അല്ല, ജലീൽ അത് അദ്ദേഹത്തോട് ചോദിച്ചു. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇല്ലാതെ അതിനിപ്പോ പാർട്ടിയിലായിട്ടുള്ളവരും MLA-മാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിരുദ്ധ അഭിപ്രായം പറഞ്ഞ് പുറത്തു വരികയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പുകച്ച് പുറത്താക്കിയിട്ടേ വിടുകയുള്ളൂ. ഇവരുടെ ഒരു പണി കണ്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പറയണ്ട. അൻവർ എന്ത് പറഞ്ഞാലും അതൊന്നും ഇവിടെ ഞങ്ങളെ ഏൽക്കുന്ന പണിയല്ല. അൻവർ മാന്യനാണ്. ഒരു കാര്യം ചെയ്യേണ്ടത് രാജിവെക്കേണ്ടത് MLA സ്ഥാനം. ഇപ്പൊ തോന്നുന്നപോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടാണല്ലോ MLA ആയത്. അയാള് എന്നിട്ട് പറയട്ടെ, അതാണ് അയാൾ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സഹാക്കൾ പണിയെടുത്ത് സില്ലി പൈസകൾ മുടക്കി തെണ്ടി പിരിച്ച് പൈസ ഉണ്ടാക്കി, ആ പൈസ മുടക്കി പ്രവർത്തിച്ചിട്ട് ഒടുവിൽ അയാൾ MLA ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ തിരിഞ്ഞു നിന്ന് കുത്തുന്ന ഒരു പണി, ഒരുമാതിരി പിറപ്പ് പണി എന്നാണ് അതിന്റെ പേര്. അത്